ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1191 ആണ്ട് മിഥുനമാസം 14-ാം തീയതി, അതായത് 2016 ജൂൺ മാസം 28-ാം തീയതി. ഇന്ന് ചൊവ്വാഴ്ചയാണ്, രേവതിയാണ് നക്ഷത്രം. പതിപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നമ്മുടെ ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുണ്ടമാളൂർ ശർമാജിയാണ്. വളരെ ബഹുമാനത്തോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ബഹുമാന്യ ശർമാജി, എറണാകുളത്ത് നിന്നും ബാബു എഴുതുന്നു. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഭാര്യയും 2 കുട്ടികളുമുണ്ട്. സ്വന്തമായ ഒരു വീട് വാങ്ങാൻ കുറച്ചു നാളായി ശ്രമിക്കുന്നു, നടക്കുന്നില്ല. സമ്പാദ്യമായ ഒന്നുമില്ല, സാമ്പത്തികമായി മാത്രം മെച്ചമില്ല. ഒരു വീട് വാങ്ങാൻ എന്നത്തേക്ക് സാധിക്കും? ഗ്രഹനില താഴെ ചേർക്കുന്നു. ലഗ്നാൽ 4-ാം രാശി, അതിൻ്റെ അധിപൻ എത്ര ബലത്തോടു കൂടി നിൽക്കുന്നു? ആരാണ് ആ 4-ാം രാശിയുടെ അധിപൻ? ആ ആൾ എത്ര ബലത്തിലാണ് നിൽക്കുന്നത്? എന്താണ് ബലം? ഈ 4-ാം ഭാവത്തിൻ്റെ അധിപനെ ശുഭഗ്രഹങ്ങൾ അനുഗ്രഹിക്കുന്നുണ്ടോ, നോക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ 4-ാം ഭാവത്ത് ഗ്രഹമുണ്ടോ, ഗ്രഹയോഗമുണ്ടോ, പാപഗ്രഹങ്ങളാണോ, അഥവാ പാപഗ്രഹങ്ങളാണെങ്കിൽ അതിനെ ഭംഗം ചെയ്ത് ഏതെങ്കിലും ശുഭഗ്രഹങ്ങൾ നിൽപ്പുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നമുക്കൊരു ഭവനമുണ്ടാവുന്നത്, ഒരു വീടിൻ്റെ 2-ാം നില ഉണ്ടാവുന്നത്, എക്സ്റ്റൻഷൻ മുതലായതുണ്ടാവുന്നത്, വസ്തു ഉണ്ടാവുന്നത്, വാഹനം ഉണ്ടാവുന്നത്. 4-ാം ഭാവം എന്ന് പറയുമ്പം അമ്മ വഴി ബന്ധുക്കൾ, അമ്മ വഴി അനുഗ്രഹം, അമ്മ വഴി സ്വത്തുക്കൾ, വീട്, വാഹനം, ഗൃഹോപകരണങ്ങൾ, ഇതെല്ലാം 4-ാം ഭാവം കൊണ്ട് അമ്മാവൻ ഇതൊക്കെ ചിന്തിക്കാം ക്രമേണ. എങ്കിലും 4-ാം ഭാവം വീട്, ഭവനം. ഈ ഭവനത്തിന് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ആണ് ഇവിടെ നിൽക്കുന്നത്. വ്യാഴം നല്ലതാണ്. വ്യാഴം 4-ാം ഭാവത്ത് നിൽക്കുന്നത്. വീടുണ്ടാവണം, നല്ല കമനീയമായ ഗ്രഹം ഉണ്ടാവണം എന്നൊക്കെയാണ്. എന്നാൽ ഓരോ ഗ്രഹങ്ങൾക്കും ഇത്ര ഡിഗ്രി ബലത്തിൽ നിന്നെങ്കിൽ മാത്രമേ ആ ഗ്രഹത്തിന് പവറുള്ളൂ. അതായത് പവർ ഉണ്ടെങ്കിൽ ആ പവർ അനുസരിച്ചുള്ള ഗ്രഹം അതിൻ്റെ നന്മകൾ ആ ജാതകസ്ഥന് അല്ല ജാതകയ്ക്ക് കിട്ടും. ആരോഗ്യകാരകനായിരിക്കുന്ന ശനി നല്ല സ്ഥാനത്ത് നിന്നാൽ ജന്മനാ തന്നെ രോഗപ്രതിരോധ ശക്തിയും ആയുരാരോഗ്യവും സ്വാഭാവികപരമായിട്ട് സ്ത്രീപുരുഷ ഭേദമന്യേ ലഭിക്കും. വിദ്യാഭ്യാസത്തിന് യോഗമുള്ള ഗ്രഹം യോഗകാരകന്മാരായി നിൽക്കുകയാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം ഓട്ടോമാറ്റിക്കലായിട്ട് വരും. വ്യാജഗ്രഹം 11 ഡിഗ്രി ഒഴികെ ബാക്കി ഡിഗ്രികളിൽ നിന്നാൽ അതിന് പൂർണ്ണ ബലമുണ്ട്. ഇവിടെ 11 ഡിഗ്രിയിലാണ് വ്യാജഗ്രഹം നിൽക്കുന്നത്. സൂര്യനുമായി നിൽക്കുന്ന അകൽച്ചയാണ് ഈ ഡിഗ്രി ബലം എന്ന് പറയുന്നത്. അതാണ് 4-ാം ഭാവത്തിൻ്റെ അധിപനായ വ്യാജഗ്രഹം 11 ഡിഗ്രിയിൽ മൗഢ്യം പ്രാപിച്ച് നിൽക്കുകയാൽ ഭവന നിർമ്മാണത്തിനോ ഭവനം അനുഭവിക്കാനോ ഒരു ഗ്രഹ സ്വസ്ഥ ജീവിതത്തിനോ തടസ്സമോ തർക്കമോ കാലതാമസമോ അനുഭവക്കുറവോ എന്നുള്ള വിശേഷ ലക്ഷണം. മകയിരം ഒടുവിലത്തെ 30 നാഴികയും തിരുവാതിരയും പുണർതം 3/4 ഭാഗം അടങ്ങുന്ന 2.25 നക്ഷത്രം അടങ്ങുന്ന മിഥുനക്കൂറുകാർക്ക് ഗ്രഹനിർമ്മാണമോ അല്ലെ ഗ്രഹം എക്സ്റ്റൻഷനോ മറ്റേതെങ്കിലും 2-ാം നിലയോ അല്ലെ ഗ്രഹത്തോടു കൂടി വാങ്ങാനോ ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് 2015 ജൂൺ ജൂലൈ മുതൽ തടസ്സങ്ങളോ ദൈവാധീനക്കുറവുകളോ ഈ പറഞ്ഞ വിഷയങ്ങളിലുണ്ടാവും. എന്നാൽ ഈ രാശിക്കാർക്ക് 2016 ഈ വർഷം ആഗസ്റ്റ് 11-ാം തീയതി മുതൽ വ്യാജഗ്രഹം 4-ാമിടത്തേക്ക് വരും. എന്താണ് 4-ാമിടം? ജനിച്ച രാശിയുടെ 4-ാമത്തെ രാശിയായ മിഥുനം, കർക്കടകം, ചിങ്ങം, കന്നി എന്ന് പറയുന്ന രാശിയിലേക്ക് വ്യാജഗ്രഹം പ്രവേശിക്കുന്നു, സംക്രമിക്കുന്നു. വന്നുകൂടും അതിൽ നിന്നുള്ളൻ രക്ഷ. ഈ ആരോപണം, അപവാദം, ദുഃഖം, ദുരിതം എന്നിവയിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവാൻ പോവുകയാണ്. ഈ സമയത്ത് എന്തെങ്കിലും ഒരു സഹായം ഗവൺമെൻറ്റിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ സംഘടനകളിൽ നിന്നോ ബന്ധുജനങ്ങളിൽ നിന്നോ ഒക്കെ ഉണ്ടാകാം. പക്ഷേ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിൽ സഹായം ഇപ്പോൾ ഉണ്ടാവത്തില്ല. വ്യാജഗ്രഹം മൗഢ്യത നിൽക്കുന്നവർ ഒരു ഭരണരംഗമാണെങ്കിലും ഒരു ബിസിനസ് കൂട്ടായ്മയാണെങ്കിലും ഒരു കൃഷി കച്ചവടാധികാരികളാണെങ്കിലും ശരി, ഒരു കൊടുക്കൽ വാങ്ങലാണെങ്കിലും ശരി, എല്ലാത്തിൻ്റെയും ഒരു മധ്യം ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരക്കാരെ തഴയപ്പെടുകയാണ് പതിവ്.
അവസാനം അവർ ചെയ്തതും എടുത്തതൊന്നുമില്ല. അവരുടെ പ്രാക്കോട് കൂടി മറ്റൊരാൾ അത് അധീനതയിൽ ആക്കും. അത് എങ്ങനെയെങ്കിലും ആട്ടെ, വരും എപ്പിസോഡുകളിൽ അതിനെപ്പറ്റി കൂടുതലായി പറയാം. 2016 ആഗസ്റ്റ് 11 മുതൽ ഇതിൻ്റെ വീട് പണി കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ദൈവാധീനപരമായിട്ട് നീങ്ങും. അതുവരെ വ്യാഴാഴ്ച തോറും ദേവാനാം ജഗക്ഷീണാഞ്ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരും പ്രണതോസ്മ്യഹം എന്ന് ബൃഹസ്പതിയെ വാഴ്ത്തുന്ന ശ്ലോകങ്ങളായ പുഷ്പാർച്ചനകൾ വ്യാഴാഴ്ച ദിവസം വിഷ്ണുവെങ്കിലോ അല്ലെങ്കിൽ മറ്റ് ഇതര ദേവാലയങ്ങളിലോ വ്യാഴാഴ്ച ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും യഥാശക്തി വഴിപാടുകളും ചെയ്ത് മുന്നോട്ട് പോവുക. ഈ ദോഷം മാറി വീട് ഏറെക്കുറെ ഒരു 95% ആവാനുള്ള സാധ്യതകൾ തെളിയും. 2016 ആഗസ്റ്റ് മുതൽ 17 ആഗസ്റ്റിനുള്ളിൽ മിഥുനക്കൂറുകാരായ മകയിരത്തര, തിരുവാതിര, പുണർതം മുക്കാൽ ഭാഗമടങ്ങുന്ന 2 നക്ഷത്രക്കാർക്ക് വീടോ ഫ്ലാറ്റോ വില്ലയോ കോട്ടേജോ എക്സ്റ്റൻഷനോ 2ാം നിലയോ അവരുടെ ആ സാമ്പത്തിക ഭദ്രത അനുസരിച്ചുള്ള ഭവനം ഉണ്ടാകും. ജ്യോതിഷഭക്തിയുടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം